ഏശയ്യാ 37 അധ്യായം. ഏശയ്യായുടെ ഉപദേശം. ഹിസ്കിയാ രാജാവ് ഇതുകേട്ട് വസ്ത്രം കീറി ചാക്കുടുത്തു കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. കൊട്ടാരം വിചാരിപ്പുകാരനായ എലിയാക്കിമിനെയും കാര്യവിചാരകനായ ഷെബ്നായിയും ശ്രേഷ്ഠ പുരോഹിതന്മാരെയും ചാക്കുടുപ്പിച്ച് ആമോസിന്റെ പുത്രനായ ഏശയ്യാ പ്രവാചകന്റെ അടുത്തേക്ക് അവൻ അയച്ചു. അവർ ഏശയ്യായോട് പറഞ്ഞു, ഹിസ്കിയാ പറയുന്നു, ഇതു കഷ്ടതയുടെയും ശാസനയുടെയും കടുത്ത അവമാനത്തിന്റെയും ദിനമാണ്. കുഞ്ഞുങ്ങൾ പിറക്കേണ്ട നേരമായി, എന്നാൽ പ്രസവിക്കാൻ ശക്തിയില്ല. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ തന്റെ യജമാനനായ അസ്സീരിയ രാജാവ് അയച്ചിരുന്ന റബ്ശക്കയുടെ വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കുകയില്ലേ? ആ വാക്കുകൾക്ക് അവിടുന്ന് ശിക്ഷ നൽകുകയില്ലേ? അതിനാൽ അവശേഷിച്ചിരിക്കുന്നവർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹിസ്കിയാ രാജാവിന്റെ ദാസന്മാർ ഏശയ്യായെ സമീപിച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനനോട് പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, അസ്സീരിയ രാജാവിന്റെ ദാസന്മാർ എന്നെ നിന്ദിച്ചു പറഞ്ഞ വാക്കുകേട്ട് പേടിക്കേണ്ട. അവൻ ഒരു കിംവദന്തി കേട്ട് സ്വന്തം നാട്ടിലേക്ക് പോകത്തക്ക വിധം അവനിൽ ഞാനൊരു ആത്മാവിനെ നിക്ഷേപിക്കും. സ്വന്തം ദേശത്തു വച്ചു വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും. റബ്ശക്കെ മടങ്ങിപ്പോയി. അസ്സീരിയ രാജാവ് ലിബ്നായ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു. രാജാവ് ലാഖിഷ് വിട്ടെന്ന് അവൻ കേട്ടിരുന്നു. തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്യോപ്യ രാജാവായ തിർഹാക്ക പുറപ്പെട്ടിരിക്കുന്നെന്ന് രാജാവ് കേട്ടു. അവൻ ഹെസ്കിയായുടെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു പറഞ്ഞു, യൂദാ രാജാവായ ഹെസ്കിയായോട് നിങ്ങൾ പറയണം, അസ്സീരിയ രാവിന്റെ കരങ്ങളിൽ ജെറുസലേം ഏൽപ്പിക്കപ്പെടുകയില്ലെന്നു വാഗ്ദാനം ചെയ്ത് നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അസ്സീരിയ രാജാക്കന്മാർ എല്ലാ ദേശങ്ങളെയും എപ്രകാരം നിശ്ശേഷം നശിപ്പിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കു രക്ഷ കിട്ടുമോ? എന്റെ പിതാക്കന്മാർ നശിപ്പിച്ച ഗോസാൻ, ആരാൻ, റസേഫ്, തെലാസറിലുണ്ടായിരുന്ന ഏദൻകാർ എന്നീ ജനതകളെ അവരുടെ ദേവന്മാർ രക്ഷിച്ചോ? ഹാമാത്തിലെയും അർപ്പാദിലെയും സെഫാർവയും നഗരത്തിലെയും ഹേനായിലെയും ഇവ്വായിലെയും രാജാക്കന്മാർ ഇപ്പോൾ എവിടെ? ഹിസ്കിയാ ദൂതന്മാരുടെ കയ്യിൽ നിന്നു കത്ത് വാങ്ങി വായിച്ചു. അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ നിവർത്തിവെച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, സൈന്യങ്ങളുടെ കർത്താവേ, ഇസ്രായേലിന്റെ ദൈവമേ, കെരൂബുകളിന്മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നവനെ, അങ്ങാണ്, അങ്ങു മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം. ആകാശവും ഭൂമിയും അങ്ങ് സൃഷ്ടിച്ചു. കർത്താവേ, ചെവി ചായ്ച്ച് ശ്രവിക്കണമേ. അങ്ങ് കണ്ണു തുറന്നു കടാക്ഷിക്കണമേ. ജീവിക്കുന്നവനായ ദൈവത്തെ നിന്ദിക്കാൻ സെന്നാകെരിബ് അയച്ച സന്ദേശം അങ്ങ് ശ്രവിക്കണമേ. കർത്താവേ, അസ്സീരിയ രാജാക്കന്മാർ എല്ലാ ജനതകളെയും അവരുടെ ദേശങ്ങളെയും ശൂന്യമാക്കുകയും അവരുടെ ദേവന്മാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തുവല്ലോ. അവർ ദേവന്മാരായിരുന്നില്ല, മനുഷ്യന്റെ കരവേലയായ മരവും കല്ലും മാത്രമായിരുന്നു അവർ. അതുകൊണ്ടാണല്ലോ അവ നശിപ്പിക്കപ്പെട്ടത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവന്റെ കയ്യിൽ നിന്നു ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മാത്രമാണ് കർത്താവെന്നു ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയട്ടെ. അപ്പോൾ ആമോസിന്റെ പുത്രനായ ഏശയ്യാ ഹിസ്കിയായ്ക്ക് ഈ സന്ദേശം അയച്ചു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അസ്സീരിയ രാജാവായ സെന്നാകെരിബിനെ സംബന്ധിച്ചു നീ എന്നോട് പ്രാർത്ഥിച്ചു. അവനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, കന്യകയായ സിയോൻ പുത്രി നിന്നെ വെറുക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നു. ജെറുസലേം പുത്രി പരിഹാസപൂർവം നിന്റെ പിന്നിൽ തലയാട്ടുന്നു. ആരെയാണ് നീ നിന്ദിക്കുകയും ശകാരിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് നീ ഉച്ചത്തിൽ സംസാരിക്കുകയും അഹങ്കാരത്തോടെ കണ്ണുയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരായി. നിന്റെ ദാസന്മാർ വഴി നീ കർത്താവിനെ നിന്ദിച്ചു പറഞ്ഞു, എന്റെ അനേകം രഥങ്ങളുമായി ഞാൻ പർവ്വതങ്ങളുടെ മുകളിലും ലബനോന്റെ വിദൂര ശിഖരങ്ങളിലും കയറി, അതിന്റെ ഉയർന്ന ദേവദാരുക്കളെയും വിശിഷ്ടമായ സരളമരങ്ങളെയും ഞാൻ വെട്ടിവീഴ്ത്തി. അതിന്റെ വിദൂരമായ കൊടുമുടിയിലും ഇടതിങ്ങി വളരുന്ന വനത്തിലും ഞാൻ കടന്നുചെന്നു. ഞാൻ കിണറുകൾ കുഴിച്ചു വെള്ളം കുടിച്ചു. എന്റെ ഉള്ളങ്കാൽ കൊണ്ട് ഈജിപ്തിലെ നദികളെയെല്ലാം ഞാൻ വറ്റിച്ചു കളഞ്ഞു. ഞാൻ ഇത് പണ്ടേ നിശ്ചയിച്ചതാണെന്ന് നീ കേട്ടിട്ടില്ലേ? പണ്ടേ നിശ്ചയിച്ചത് ഞാൻ ഇപ്പോൾ നടപ്പിലാക്കുന്നു. നീ സുരക്ഷിത നഗരങ്ങളെ തകർത്തു നാശകൂമ്പാരമാക്കും. അപ്പോൾ അതിലെ നിവാസികൾ ശക്തി ക്ഷയിച്ച് ആകുലരും പരിഭ്രാന്തരും ആകും. അവർ വയലിലെ സസ്യങ്ങൾ പോലെയും ഇളം പുല്ലുപോലെയും വളരുന്നതിനു മുൻപേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെയും ആയിത്തീരും. ഇതെല്ലാം ഞാൻ പണ്ടേ നിശ്ചയിച്ചതാണ്. നിന്റെ പ്രവൃത്തികളും വ്യാപാരങ്ങളും നീ എന്റെ നേരെ കോപിക്കുന്നതും ഞാൻ അറിയുന്നു. നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ അറിയുകയും ചെയ്തതുകൊണ്ട് ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൻ നിന്റെ വായിലും ഇട്ട് വന്ന വഴിക്ക് തന്നെ നിന്നെ തിരിച്ചോടിക്കും. ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും. ഈ വർഷം സ്വയം വളരുന്നതു ഭക്ഷിക്കുക. 2-ാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക. 3-ാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക. യൂദായുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ വീണ്ടും വേരുപിടിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും.
ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗം പുറപ്പെടും, സിയോൻ പർവ്വതത്തിൽ നിന്ന് അതിജീവിച്ചവരുടെ ഒരു ഗണവും. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിവൃത്തിയാക്കും. അസ്സീരിയ രാജാവിനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയോ ഇതിനെതിരെ അമ്പെയ്യുകയോ ചെയ്യുകയില്ല, പരിചയമേന്തി വന്ന് ഇതിനെതിരെ ഉപരോധവലയം നിർമ്മിക്കുകയില്ല. വന്ന വഴിയിലൂടെ തന്നെ അവൻ തിരിച്ചു പോകുമെന്നും നഗരത്തിൽ പ്രവേശിക്കുകയില്ലെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്കു വേണ്ടിയും എന്റെ ദാസനായ ദാവീദിനു വേണ്ടിയും ഞാൻ ഈ നഗരത്തെ സംരക്ഷിക്കും. കർത്താവിന്റെ ദൂതൻ അസ്സീരിയാക്കാരുടെ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വധിച്ചു. അതിരാവിലെ ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പോൾ അസ്സീരിയ രാജാവായ സെന്നാകെരിബ് തിരിച്ചുപോയി നിനവയിൽ വസിച്ചു. തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ അവനെ പുത്രന്മാരായ അദ്രാമലേക്ക്, ശരേസർ എന്നിവർ ചേർന്നു വാളുകൊണ്ട് വധിച്ചിട്ട് അരാറാത്തിന്റെ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അവനു പകരം പുത്രനായ എസാർഹദോൻ ഭരണമേറ്റു.